മോഹൻലാൽ പോലെയുള്ള ഒരു ഐക്കോണിക് ബ്രാൻഡിന്റെ ഗുഡ്വിൽ ദിലീപ് ഒരു ഇൻഷുറൻസ് പോലെ ഉപയോഗിക്കുന്നു. സ്വന്തം അക്കൗണ്ടിൽ റീച്ച് പറയുമ്പോൾ വലിയൊരു അക്കൗണ്ടായിട്ട് കൊളാബ് അടിച്ച് ട്രെൻഡിങ് ആവുന്ന ഐഡിയ. ഇവിടെ അവർ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് ട്രസ്റ്റ് ട്രാൻസ്ഫർ. കൊളാബ് ചെയ്ത് റീച്ച് കൂട്ടാം. ഇതാണ് ബബ്ബബ മൂവിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. വൺസ് ഈ കൊളാബ് വെച്ച് റീച്ച് കൂട്ടിയ ശേഷം തന്റെ കിങ്ഡം തിരിച്ചു പിടിക്കാനായിരിക്കും ദിലീപ് ശ്രമിക്കുക. ദിലീപിന്റെ ലോ റീച്ച് മറികടക്കാൻ ഇത്തവണ അദ്ദേഹം കൊളാബ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ, ജാൻ ശ്രീനിവാസൻ ആൻഡ് വിനീത് ശ്രീനിവാസനായിട്ടാണ്. ബബ്ബബയുടെ ഓഡിയൻസിനെ നമുക്ക് 4 സെഗ്മെന്റ് ചെയ്യാം. നമ്പർ 1, കോർ ഫാൻസ്. ഇവരെന്തൊക്കെ വന്നാലും ഈ സിനിമ കാണും. അവർക്ക് പ്രത്യേകിച്ച് ഒരു മാർക്കറ്റിംഗിന്റെ ആവശ്യമില്ല. നമ്പർ 2, ന്യൂട്രൽസ്. വിവാദമൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല. സിനിമ നല്ലതാണെങ്കിൽ ഇവർ കാണും, അല്ലെങ്കിൽ കാണില്ല. നമ്പർ 3, കൊളാബറേറ്റർ ഫാൻസ്. ഇവരൊരു പക്ഷേ ദിലീപിന്റെ ഒറ്റയ്ക്കുള്ള ഒരു സിനിമ കാണാൻ മടിക്കുന്നവരായിരിക്കും. പക്ഷെ മോഹൻലാൽ ഉള്ളതുകൊണ്ടോ വിനീത് ഉള്ളതുകൊണ്ടോ ധ്യാൻ ഉള്ളതുകൊണ്ടോ കണ്ടേക്കാമെന്ന് വിചാരിക്കും. നമ്പർ 4, ഒപ്പോസേഴ്സ്. എത്തിക്കൽ ഇഷ്യൂസ് കാരണം ഇവരെന്തൊക്കെ വന്നാലും ഈ സിനിമ കാണില്ല. ഒപ്പോസേഴ്സ് ഒഴിച്ചുള്ള ബാക്കി 3 കാറ്റഗറിയിലുള്ള ഓഡിയൻസിനെയും തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് ബബ്ബബ ശ്രമിക്കുന്നത്. ഈ സ്ട്രാറ്റജി ക്ലിക്കാവോ? എന്ത് തോന്നുന്നു?